ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഇഷ്ടം പോലെ ആളുകൾക്ക് ഇറച്ചിയും അങ്ങനത്തെ മാംസത്തിനൊന്നും അങ്ങനെ ഒരു വിഷയമൊന്നുമല്ല, നമ്മൾ ഈ പൈസ കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാനുണ്ട് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. വാസ്തവത്തിൽ നമ്മൾ ഓരോ ഇബാദത്തുകൾക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. ഇതൊരു ഇബാദത്താണ്, ഇത് ഇസ്ലാമിൻ്റെ ഒരു ഷിആറാണ്, ഒരു മതചിഹ്നമാണ് സഹോദരങ്ങളെ. അതുകൊണ്ടല്ലേ അതിനൊരു പ്രത്യേക കാലവും അതിന് പ്രത്യേക മര്യാദകളൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത്. എല്ലാ വർഷത്തിൽ എപ്പോഴും ഇത് ചെയ്യാൻ പറ്റൂലല്ലോ. ഇതൊരു ഇബാദത്തായതുകൊണ്ടാണ്. ഇത് ബലിപെരുന്നാളിൻ്റെ ദിനം നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിൻ്റെ സമയം തുടങ്ങുന്നു. പിന്നെ 11, 12, 13 ഇങ്ങനെ 10 അടക്കം 10, 11, 12, 13 ഇങ്ങനെ 4 ദിവസങ്ങളിൽ നിശ്ചിതമായ ആ നിലക്കുള്ള സമയങ്ങളിലാണ് അത് നിർവഹിക്കപ്പെടേണ്ടത് എന്നൊക്കെ നിയമം വെച്ചത് എന്തുകൊണ്ടാണ്? ഇത്ര പ്രായപരിധി നിശ്ചയിച്ചു, അതിൻ്റെ ഓരോ അദബുകളും നിശ്ചയിച്ചത്. ഇതൊരു ഷിആറാണ്, ഇതൊരു മതചിഹ്നമാണ്, അള്ളാഹുവിൻ്റെ ഒരു മതചിഹ്നമാണ്. അതുകൊണ്ട് അത് നിലനിൽക്കണം. അത് ഒഴിവാക്കിയിട്ട് മറ്റുള്ളവർ ചെയ്തൂടെ? അങ്ങനെയാണ് ഈ ലോകത്ത് പലരും ചോദിക്കുന്നുണ്ട്, ഹജ്ജിനൊക്കെ എത്ര ചെലവാക്കി എന്തിനാ പോണ്, നമുക്ക് പാവങ്ങൾക്ക് സഹായിച്ചു കൊടുത്തൂടെ എന്നുള്ളത്. പാവങ്ങളെ സഹായിക്കൽ വേണം, മതചിഹ്നങ്ങളായി നിലനിൽക്കുകയും വേണം. അതാണ്